വെൽക്കം ടു മൈ ചാനൽ ഹിൻ ക്വീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഹിന്ദി ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ हताशा से एक व्यक्ति बैठ गया था विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. വിനോദ് കുമാർ ശുക്ലയുടെ ഹതാശ സെ എക് വ്യക്തി ബാറ്റ് ഗയാ ഥാ എന്ന കവിതയെക്കുറിച്ച് കവി നരേഷ് സക്സേന നൽകിയ ആസ്വാദന കുറിപ്പാണിത്. ഈ ടിപ്പണി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വിനോദ് കുമാർ ശുക്ലയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഈ കവിത എന്താണെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. സോ വിനോദ് കുമാർ ശുക്ല ഇദ്ദേഹം ഒരു മോഡേൺ ഹിന്ദി നോവലിസ്റ്റ് ആണ്, പോയറ്റാണ്, എസ്സേയിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് എന്താണെന്ന് വെച്ചാൽ വ ആദ്മി ചലാ ഗയാ, നൗക കി കമീസ്, ദീവാർ മേ ഖിഡ്കി രഹത്തി ഥി, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ്. ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ വേർഡ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന് 1999 സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനി കവിത ഒന്ന് വായിച്ചു നോക്കാം. हताशा से एक व्यक्ति बैठ गया था. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वह खड़ा हुआ. मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. ഇനി അർത്ഥത്തോടു കൂടി ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഹതാശ സെ എക് വ്യക്തി ബാറ്റ് ഗയാ ഥാ. നിരാശനായ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹതാശ സെ എക് വ്യക്തി ബാറ്റ് ഗയാ ഥാ. നിരാശനായി ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ. വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാ ഥാ. നിരാശയെ എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തി കെ പാസ് ഗയാ. ഇക്കാരണത്താൽ ഞാൻ അയാളുടെ അടുക്കൽ പോയി. മേനെ ഹാത്ത് ബഡായ. ഞാൻ കൈ നീട്ടി. മേരാ ഹാത്ത് പക്കഡ് കർ വ ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. മുझे വ നഹി ജാൻതാ ഥാ. എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ ഥാ. എൻ്റെ കൈ നീട്ടൽ അയാൾക്ക് അറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലെ. ഞങ്ങൾ ഒരുമിച്ച് നടന്നു. ദോനോ എക് ദൂസരെ കോ നഹി ജാൻതേ ഥേ. രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. ഒരുമിച്ച് നടക്കാൻ അറിയുമായിരുന്നു. ഈ കവിത ഒരാളെ അറിയുക എന്ന വാക്കിന്റെ പണ്ട് മുതലേ കണ്ടുവരുന്ന അർത്ഥത്തെ ഫുള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരാളെ അറിയുക എന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്, അയാളുടെ ഡീറ്റെയിൽസ് അറിയാവുന്നത്. ബട്ട് കവി ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് അതല്ല യഥാർത്ഥത്തിൽ അറിയുക എന്നതെന്ന്. കവി പറയുന്നത് ഒരാളുടെ ഡീറ്റെയിൽസ് അറിയേണ്ടയില്ല നമുക്ക്, പകരം അയാളുടെ ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ആ ഒരു മോഹഭംഗങ്ങളും ഒക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അയാളുടെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നും വേണ്ടതും അതാണ്. അയാളുടെ വേദനകളെ അറിഞ്ഞ് അതെല്ലാം നമ്മൾ തീർത്തു കൊടുക്കണമെന്നല്ല കവി പറയുന്നത്. പകരം അയാളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഒപ്പമുണ്ട് എന്നൊരു വിശ്വാസം, ആ ഒരു മനഃശക്തി മറ്റേയാൾക്ക് പകർന്നു കൊടുക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അതൊരു സാന്ത്വനമായിരിക്കും ആ വ്യക്തിക്ക്. ആ വേദനയ്ക്കിടയിൽ ഒരാൾ വന്ന് ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ തനിച്ചല്ല, ഒപ്പം ഒരു സാന്ത്വനമായി ഞാനും കൂടെ നടക്കാം എന്ന് പറഞ്ഞ് അയാളെ കൈ പിടിച്ച് വീണ്ടും ലൈഫിലോട്ട് നടന്നു കയറാൻ സഹായിക്കുന്നില്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ അറിയുക എന്നത്. അങ്ങനെ ചെയ്യാൻ നമുക്ക് അയാളുടെ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യം തീരെയില്ല. കാരണം മനുഷ്യത്വത്തിന് ഭാഷാ പരിമിതികളോ മേൽവിലാസമോ ഇല്ല. അതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതിനെ എല്ലാ മനുഷ്യരും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. കൈനീട്ടലുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഒരാളോടുള്ള നമ്മുടെ മനുഷ്യത്വവും നന്മയും അതുണ്ടെങ്കിൽ ജാതി, മതം, നിറം, സ്ഥാനം ഒന്നും നമുക്ക് ഒന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. നമുക്കിവിടെ ജീവിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കാരണം ഈ വേദന ഉണ്ടല്ലോ, ആ ഒരു പെയിൻ, ആ ഫീലിങ്സ് എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ കവിതയുടെ സന്ദേശം അത് തന്നെയാണ്. കാരണം രണ്ട് മനുഷ്യരുടെ ഇടയിലെ മനുഷ്യത്വമാണ് പ്രധാനം, അല്ലാതെ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ല. എന്ത് നാച്ചുറലായിട്ടല്ലേ കവി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ശരിക്കും ഈ കവിത മനസ്സിലാക്കിയാൽ ആരും ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതിപ്പോകും. സോ നമുക്കിനി ഈ ആസ്വാദനക്കുറിപ്പ് എഴുതിയ നരേഷ് സക്സേനയെ കുറിച്ചൊന്നറിയാം. നരേഷ് സക്സേന ഒരു പോയറ്റാണ്. ഇദ്ദേഹം ഡ്രാമ, ഫിലിം എന്നീ ഫീൽഡിലൊക്കെ ഡിറക്ഷൻ, എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. एक वृक्ष, गिरना,
അച്ഛേ ബച്ചേ, സമുദ്ര പർ ഹോ രഹി ഹേ ബാരിഷ്, സുനോ ചാരുശീല, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കവിതകളാണ്. ആൻഡ് ഇദ്ദേഹത്തിന് ആദ്മി കാ ആ എന്ന ഫിലിമിന് നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനി പാഠഭാഗത്തോട്ട് പോകാം. ബട്ട് അതിനു മുമ്പായി നിങ്ങൾ ഈ വേർഡ് മീനിങ്സ് ഒക്കെ എഴുതിയെടുത്തോളൂ. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात हैं. വിനോദ് കുമാർ ശുക്ല തൻ്റെ ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ ഭാഷയുടെ സ്വാഭാവികതയുടെ കാര്യത്തിലും പ്രശസ്തനാണ്. किंतु कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. എന്നാൽ ഈ കവിതയിൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം കാവ്യരചനയിൽ നിപുണനായ, അതായത് കഴിവ് തെളിയിച്ച കവിയാണെന്നും കൂടി കാണപ്പെടുന്നു. ഇവിടെ വിനോദ് കുമാർ ശുക്ലയുടെ റൈറ്റിംഗ് സ്റ്റൈലിനെയാണ് ആദ്യം തന്നെ നരേഷ് സക്സേന പറയുന്നത്. വിനോദ് കുമാർ ശുക്ലയെ മറ്റു കവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ഗുണങ്ങളാണ്: അദ്ദേഹത്തിൻ്റെ ഒറിജിനാലിറ്റിയും ഭാഷയിലെ സ്വാഭാവികതയും. അത് നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ കവിത ഹിന്ദി ഭാഷ ഒരുവിധം വായിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകും വിധം വളരെ സിമ്പിളായും കോമൺ വേർഡ്സ് യൂസ് ചെയ്തുമാണ് കവി രചിച്ചിരിക്കുന്നത്. അതുമല്ല, അതുവരെ ഉണ്ടായ മനുഷ്യരുടെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിക്കും വിധം ഒരു ടോപ്പിക്കും കൂടിയാണ് ഇത്രയും സിമ്പിളായി കവി പറഞ്ഞിരിക്കുന്നതും. അത് എല്ലാവരാലും കഴിയുന്ന ഒന്നല്ല. അത് വിനോദ് കുമാർ ശുക്ല എന്ന കവിയുടെ കാവ്യരചനയിലെ നിപുണത തെളിയിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ്. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം ഇത്രയും സ്വാഭാവികവും വ്യക്തവുമാണെന്ന് വെച്ചാൽ അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നതാണ്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. സിമ്പിൾ വേർഡ്സ് ഉൾക്കൊള്ളുന്ന കവിതയുടെ ലൈൻസ് തന്നെ നമുക്ക് അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം, ഇന്നർ മീനിങ് പറഞ്ഞു തരികയാണ് ചെയ്യുന്നുള്ളത്. ഇവിടെ കവിതയെക്കുറിച്ചാണ് പറയുന്നുള്ളത്. സിംപ്ലസ്റ്റ് ആയ കോമൺ ആയ വേർഡ്സ് ഉപയോഗിച്ചത് മൂലം കവിതയുടെ ഡീപ്പസ്റ്റ് മീനിങ് വരെ നമുക്ക് ആ വരികളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം എന്നതാണ് നരേഷ് ജി ഇവിടെ പറയുന്നത്. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. വ്യക്തിയെ എനിക്ക് അറിഞ്ഞുകൂടാ, നിരാശയെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അറിയാനുള്ള നമ്മുടെ പരിചിതമായ രീതികളെ തകർത്തു കളയുന്നു. ഏതാണോ വ്യക്തിയുടെ പേര്, വിലാസം, വയസ്സ്, പദവി, ജാതി എന്നിവയിൽ അറിയുക എന്നതിനെ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെ. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ മോഹഭംഗം, നിരാശ, നിസ്സഹായത അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങളിലൂടെ അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊന്നും അറിയില്ല. ഇവിടെ നരേഷ് ജി നമുക്ക് കവിതയുടെ ഏറ്റവും പ്രധാനമായ 2 വരികൾ എടുത്തു കാണിച്ചുകൊണ്ട് ഈ കവിത മൊത്തത്തിൽ എന്താണ് പറയുന്നതെന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നുള്ളത്. ഏതൊരാളെയും നമ്മൾ അറിയൂ എന്ന് മീൻ ചെയ്യുന്നത് അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് പേര്, വിലാസം, വയസ്സ്, പദവി എല്ലാം അറിയൂ എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു പരമ്പരാഗതമായ അറിയുക എന്ന രീതിയെ വേരോട് പിഴുതെറിയുകയായിരുന്നു കവി ഇവിടെ. സത്യത്തിൽ ഒരാളെ അറിയുക എന്നാൽ അയാളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അറിയുക എന്നതാണ്. അയാളുടെ ദുഃഖം, നിരാശ, നിസ്സഹായത, പ്രശ്നങ്ങൾ എല്ലാം അറിയാതെ അയാളെ എനിക്കറിയാമെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. സത്യമല്ലേ കവി പറയുന്നത്? പുറമെ അത്രയും നല്ല പൊസിഷനിലുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ജീവിതത്തിൽ സങ്കടങ്ങളുടെ ആഴക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അയാളുടെ മേൽവിലാസവും പദവിയും അയാളെ അറിയുക എന്നതിന് ഭാഗമാകുന്നത്? सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ നോക്കി അവനെ എനിക്കറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വാസ്തവ് में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. യഥാർത്ഥത്തിൽ ആ വ്യക്തി അപകടത്തിലാണെന്നും അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്നും നമുക്കറിയാം. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है.
ഈ കവിത മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയാൻ ഓർമ്മിപ്പിക്കുന്നു. വേദനയും ഫീലിങ്സും എല്ലാം എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ലേ. അത് മനസ്സിലാക്കാൻ ഒരാളുടെ അഡ്രസ്സ് അറിയേണ്ട ആവശ്യമില്ല. ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടാൽ അയാളെ തനിക്ക് അറിയുമോ, ഏത് നാട്ടുകാരനായിരിക്കും, ഏത് മതക്കാരനായിരിക്കും, ഏത് ജില്ലക്കാരനായിരിക്കും, ഏത് ജാതിക്കാരനായിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യത്വത്തിൻ്റെ ഒരു തുള്ളി ബോധമെങ്കിലും ബാക്കിയുള്ള വ്യക്തി അയാളെ വാരിയെടുത്ത് രക്ഷിക്കാനായിരിക്കും ശ്രമിക്കുക. അതാണ് ശരിക്കുമുള്ള മനുഷ്യൻ. അവിടെയാണ് നമ്മൾ മറ്റേയാളെ യഥാർത്ഥത്തിൽ അറിയുന്നത്. എപ്പോൾ? അയാളുടെ വേദന നമ്മുടെ കണ്ണ് നനയിക്കുമ്പോൾ, അയാളുടെ ദുഃഖം നമുക്കൊരു നീറ്റലായി മാറുമ്പോൾ, അവിടെ മനുഷ്യൻ മനുഷ്യനാവുകയാണ് ചെയ്യുന്നത്. അതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നതും. അതാണ് ശരിക്കുമുള്ള നമ്മുടെ അറിവും മറ്റൊരാളെ കുറിച്ച്. കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. കവിത लगातार नहीं जानने और जानने का बयान करती जाती है. കവിത നിരന്തരം അറിവില്ലായ്മയെയും അറിയുന്നതിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടേയുണ്ട്. ശില്പ की इस बारीक कारीगरी को देखें. രചനയിലെ ഈ സൂക്ഷ്മ കരകൗശലം നമുക്കൊന്ന് നോക്കാം. വ മുझे नहीं जानता था, हाथ बढ़ाने को जानता था. അവന് എന്നെ അറിയില്ലായിരുന്നു, കൈ നീട്ടുന്നതിനെ അറിയാമായിരുന്നു. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, ഒരുമിച്ച് പോകാൻ അറിയാമായിരുന്നു. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഈ അറിവും അറിവില്ലായ്മയും കവിതയിൽ ഏതോ നാടോടിപ്പാട്ടിലെ വായ്ത്താരികൾ പോലെ വീണ്ടും വീണ്ടും കടന്നുവരുന്നു. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതയിൽ ഗീതാത്മകത ഇത്രയും ഗുണങ്ങളോടെ ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന ഓർമ്മ വരുന്നില്ല. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഏതെങ്കിലും ഗസലിലെ അവസാന വരിയിലെ അവസാന വാക്ക് കേൾവിക്കാരുടെ നാവിൻ തുമ്പത്ത് സ്വയം വന്നു ചേരുന്ന പോലെ ഈ കവിതയിലെ അവസാന വരിയിലെ വാക്കായ ഒരുമിച്ച് പോകാൻ എന്നതിന് ശേഷം കവിത വായന നിർത്തിയാൽ ശ്രോതാക്കൾ സ്വയം ആ വരി പൂർത്തിയാക്കി ചൊല്ലും, അറിയാമായിരുന്നു എന്ന്. ഇവിടെ നരേഷ് ജി നമുക്ക് വിനോദ് കുമാർ ശുക്ല തൻ്റെ ഈ കവിതയിൽ നൽകിയിരിക്കുന്ന ആ കൊച്ചു കൊച്ചു മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിനെയാണ് പറയുന്നുള്ളത്. അറിവ്, അറിവില്ലായ്മ എന്ന രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ഉപയോഗിച്ച് വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ റൈമിംഗ് ആണ് അവിടെ കവി കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ നാടൻ പാട്ടിൻ്റെ വായ്ത്താരി ഓർമ്മ വന്നു പോകുന്നു എന്ന് നരേഷ് ജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആരുടെ നാവിൻ തുമ്പിൽ വന്നു പോകും ആ വാക്കുകൾ. ചില കവിതകൾ പകുതി എത്തുമ്പോഴേക്കും അതിൻ്റെ ഈണം ചൊല്ലുമ്പോൾ കിട്ടിയെന്ന് വരില്ല. ബട്ട് ഈ കവിത എല്ലാ കവിതകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അപ്പോഴാണ്. ആദ്യം മുതൽ അവസാനം വരെ ആ ഗീതാത്മകത പുലർത്താൻ ഏതൊരാൾക്കും സാധിക്കും വിധമാണ് കവിതയുടെ രൂപം തന്നെ. അതിനൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ കവി ഗസലിലെ വരികളെയാണ് പറയുന്നത്. ഒരു ഗസലിൻ്റെ പകുതിക്ക് വെച്ചത് നിർത്തുമ്പോൾ അതിൻ്റെ ബാക്കി ശ്രോതാക്കളുടെ നാവിൻ തുമ്പിൽ വരുന്നത് പോലെയാണ് ഈ കവിതയിലെ വാക്കുകളുമെന്ന്. അത് ഈ കവിതയും ഒരു ഗസലിന് കുറവല്ലല്ലോ. അതെ, ഗീതാത്മകത ഇവിടെയും കവി സൂക്ഷ്മമായി കോർത്തിണക്കിയിട്ടുണ്ട്.
നല്ലൊരു ശില്പി ശില്പമൊരുക്കുന്നത് പോലെ. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിത അറിയുക എന്ന വാക്കിന്റെ പരമ്പരാഗത അർത്ഥത്തെ പൂർണ്ണമായും മാറ്റുന്നു. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയുടെ ആദ്യ 2 വരികളിൽ തന്നെ കവി തനിക്ക് പറയാനുള്ളത് മുഴുവനും പറയുന്നുണ്ട്. शेष पंक्तियां उसी कहे गए को और सघन और गहरा करती है. ബാക്കിയുള്ള വരികൾ ആ പറഞ്ഞ കാര്യങ്ങളെ ഗാഢമായതും ആഴമുള്ളതുമാക്കി തീർക്കുന്നു എന്ന് മാത്രം. ആദ്യമേ പറഞ്ഞതാണ് ഇവിടെയും കവി നരേഷ് ജി പറയുന്നത്. ഒരു സമൂഹത്തിന്റെ മുഴുവൻ പരമ്പരാഗതമായ ആ അറിയുക എന്ന കോൺസെപ്റ്റിനെ മൊത്തം പൊളിച്ചെഴുതിയ കവിതയാണിത്. ആദ്യത്തെ 2 വരികൾ കാണുമ്പോൾ തന്നെ ഈ മുഴുവൻ കവിതയിൽ എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ വേർഡ് ഫോർമേഷൻ തന്നെയാണ് അത്രയും ഈസിലി നമുക്കത് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ബാക്കി ലൈൻസൊക്കെ ആ 2 ലൈൻസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന വരികൾ പോലെയാണ് മൊത്തത്തിലുള്ളത്. ഈ കവിതയുടെ മെസ്സേജും അതെ, നമ്മളെല്ലാവരും ലൈഫ് ലോങ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഒപ്പം കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. മനുഷ്യനെ മനുഷ്യനായി കാണണം. 2, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വമല്ലാതെ ജാതി, മതം, നിറം, സ്ഥാനം ഒന്നിൻ്റെയും ആവശ്യമില്ല. അല്ലെ, എത്ര കറക്റ്റാണ് കവി പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറില്ലേ, എന്നെ മറ്റൊന്നും നോക്കാതെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഒരാൾ ഇല്ലാതാകുമ്പോൾ ആ ഒരു ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടു പോകുന്ന ആ വേദന, അതൊരു വല്ലാത്ത വേദന തന്നെയല്ലേ. കവി പറയുന്നത് പോലെ നമ്മൾ മനുഷ്യരെ മനുഷ്യത്വം കൊണ്ട് മാത്രം നോക്കിക്കണ്ട് അവരോടൊപ്പം നടന്നാൽ ഇവിടെ ആരും ഒറ്റയ്ക്കാവില്ല. ഇവിടം ഒരു സ്വർഗമായി മാറുകയും ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.